അപ്പോൾ പരിപാടി എന്താ വെച്ചാൽ ദേ ഇത് രാവിലെ ഓട്സ് കഴിച്ചുകൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. നമ്മുടെ നവമി കൊച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. നവമി കൊച്ചാണ് ദേ അമ്മ അവിടെ ഇരിപ്പുണ്ട്. സോറി, നമ്മുടെ കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. രുചി അപ്പോഴേ തിരുത്തി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ. അപ്പോൾ ഇവിടെ ഉള്ളത് വസുദേവയുണ്ട്, അതായത് അമ്മയുടെ ചേച്ചിയുണ്ട്, കുട്ടത്തിയുണ്ട്, എൻ്റെ വെള്ളമുണ്ട്, പിന്നെ അമ്മ ശ്രീകുട്ടൻ ദേവനുണ്ട്. അച്ഛൻ അപ്പുറത്തുനിന്ന് വല കെട്ടിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ വല കെട്ടി തീർന്നു കേട്ടോ. ഇന്നിപ്പം ചേട്ടനും ചേച്ചിയൊക്കെ പിള്ളേരുമായിട്ടോ വരും കേട്ടോ. വരുമോ ഒരു വാച്ചണൊക്കെ വരുമോ? അപ്പോൾ അവരൊക്കെ വന്നിട്ടുള്ള ഇന്നത്തെ ചെറിയ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീട്ടിൽ കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്നോ? കടയിൽ പോകാൻ വരുന്നോ? വരുന്നില്ലേ? ആ ബാ വരുന്ന ബാ. എന്തോ ആ കട വിട്ട് നമ്മുടെ വണ്ടി ബൈക്ക് റെഡി ആയിട്ടില്ല കേട്ടോ. ബൈക്ക് ഇനി വേറെ സ്ഥലത്തുകൊണ്ട് റെഡി ആക്കണം. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ കറി വെക്കാനായിട്ടേ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോകട്ടോ. ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് കറി വെക്കാന്ന് കരുതി. പകര് പോവാം. അയ്യടാ സന്തോഷം. അവിടെ എന്തുവാടാ ചൂണ്ടയായിട്ട് നടക്കുവാ? അവിടെ എന്തുവാ ഇതുവരെ കിട്ടിയോ? ആ എന്നാ ഇവിടെ വന്നിരിക്കേ. ചൂണ്ട എവിടെ? മാറ ഞാൻ പോട്ടെ. ഞാൻ പോയി കടയിൽ പോയിട്ട് ഇറച്ചി മേടിച്ചു ചിക്കൻ മേടിക്കാനായിട്ട് വന്നു കേട്ടോ. നമ്മുടെ പിള്ളേർ ഇതേ അവിടെ ഇപ്പുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ മേടിക്കുന്ന കട. സന്തോഷം എൻ്റെ കടയിലാണ് ചിക്കൻ മേടിക്കാൻ വന്നത്. കാരണം വേറെ കോഴി എടുത്തോണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ കോഴിയാണ് മൊത്തം കേട്ടോ. 1,800 ഉള്ളൊരു കോഴി. 1 കിലോ 800 ഗ്രാം. എന്തോ ഏത് കളിക്കകത്ത് ഇട്ട് നോക്കാം. കാണാൻ എനിക്ക് തീക്കൊണ്ടിന് ചൂണ്ടയിടാൻ കോഴിക്കോടല് മേടിച്ചു കൊടുക്കണം. വേണം എനിക്ക്. നീ തന്നെ ചെയ്തോണല്ല ചെയ്തോളോ? കുഞ്ഞാറ്റയും കൂടെ വിളിച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട് ഫ്രഷ് കോഴിക്കോടല് വേണോ? കോഴിക്കോടല് ചൂണ്ടയിലെ നോക്കണം. പോട്ടെ വാ. പോട്ടെ പോട്ടെ താങ്ക് യു. ഓക്കെ അപ്പോൾ നമുക്ക് പോകട്ടോ. ഇത് പറഞ്ഞേ ഞണ്ട് പിടിക്കാനുള്ള ചൂണ്ട ഇടാൻ പോവാ. ഇടത് എടുത്തോണ്ട് എവിടെയാന്ന് ഇട്ടുതരാം. അച്ഛനാ തീറ്റയെ കൊരുത്തു കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഞണ്ടിനെ പിടിച്ചോളാൻ പോയാ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴേ എടാ ഇതെല്ലാം എടുത്തോണ്ട് കൊടുക്കാൻ ഇതിനകത്തെല്ലാം അച്ഛൻ തീറ്റ ഇട്ടിത്തരൂടാ. ഇവിടെ എല്ലാം കിടക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഞണ്ടിനെ കണ്ടോ. ഒന്നല്ല കുറേ ഞണ്ടിനെ കണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഞണ്ടിനെ തീറ്റ ഇട്ട് പിടിക്കാനായിട്ട് നമ്മൾ പോവാം. ഇവിടെ എല്ലാം കാടും കയറി. ആദ്യം ഒരു ചൂണ്ട ഇട്ട് വെച്ച് അപ്പം അത് ഇട്ട സമയത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാൻ കരുതി. ആദ്യം ഇട്ടത് ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. ഇതാണ് അതിൻ്റെ വള്ളി ഉണ്ടോ. രണ്ട് പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം. ജസ്റ്റ് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് കിടപ്പുണ്ട് കേട്ടോ. പോട്ടെ 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 പോട്ടെ. അടുത്ത നമുക്ക് ഇവിടെയാണ് ഇടണ്ടേ. കേട് വല ഇങ്ങനെ ഇരിക്കുക. റൗണ്ട് വല കേട്ടോ. ശ്രീകൂട്ടം പിടിച്ചോളാം. ഇതിങ്ങനെയാണ് വല കേട്ടോ. ഇങ്ങനെയാണ് വല. അത് വിട്ടോ വിട്ടോ വിട്ടോ. നമ്മൾ വിട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തേട്ടോ.
അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഞണ്ട് കയറി വന്ന് അതിനകത്ത് കഴിച്ചോളാം. നമുക്ക് പടയെന്ന് പറഞ്ഞ് പൊക്കി ഞെടുക്കാം. അപ്പം ഞണ്ടിനെ കുറച്ചുകൂടെ ഏറ്റമാണ് കേട്ടോ. വെള്ളം ഏറ്റം കയറുമ്പോഴാണ് ഞണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തീറ്റ എടുക്കാനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം അങ്ങ് അവിടെ കൊണ്ടിട്ടണം. അവിടെ കൊണ്ടിടുമ്പോൾ ഓക്കെ ആയി. തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അടുത്ത വലയിടാൻ വേണ്ടി വന്നു കേട്ടോ. അടുത്ത് ഇടണ്ട. അത് പോട്ടെ. നമ്മളിവിടെ കുളം ഇങ്ങനെ അടച്ചു വെച്ചേക്കാം കേട്ടോ. വളരെ പുറത്തുനിന്ന് ആരും കയറി മീനെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. ഇനി അറ്റാണ് അറ്റം കിട്ടിയേ. കിടക്കട്ടെ. ഇതിങ്ങനെ എടുത്ത് ഇങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇനി ഞണ്ടൊക്കെ കയറി ഇങ്ങനെ കടിച്ചടിച്ചിരിക്കുമ്പോൾ നമുക്കത് പൊക്കിയെടുക്കാം. അപ്പം കരിമീൻ എങ്ങനെയാണ് മുട്ടയിട്ട് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അനങ്ങാതെ പറഞ്ഞേടാ. എല്ലാവരും കാണിക്കട്ടെ. കരിമീൻ്റെ തടം കാണിച്ചു തരാം. തടം എന്ന് വെച്ചാൽ കരിമീൻ മുട്ട ഇടാൻ വേണ്ടി ചെയ്ത് വെക്കുന്നൊരു സംഭവം. ഇവിടെ ഒരു കരിമീൻ നിൽപ്പുണ്ട്. ഇതാ നിൽക്കുന്നുണ്ടോ? ഇതൊരു കരിമീനാണ്. അതിൻ്റെ ചെറിയ ചെറിയ കുഴികളൊക്കെ കാണുന്നുണ്ടോ? ഒരു 3-4 ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴി പോലെ കുഴിയുണ്ടോ? അവിടെ ഒരു മീൻ നിൽക്കുന്നുണ്ടോ? മീനെ ആരെങ്കിലും കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? വെയിലടിക്കുന്ന പറഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ വയ്യ. അത് ഇറങ്ങി പോകുന്നുണ്ടോ? അതൊരു കരിമീൻ. അത് മുട്ടയിട്ട് നിൽക്കുക. അതുകൊണ്ട് ആ കാണുന്ന ചെറിയ ഹോളിനകത്ത് മുട്ടയുണ്ട് അതിൻ്റെ. അതുകൊണ്ട് അതിങ്ങനെ കാവൽ നിൽക്കുക. ഇത് പെൺമീനാട്ടോ. ആണ് പുറത്ത് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ ഇപ്പുറത്തോട്ട് മാറിയൊരു തടമുണ്ട്. പിന്നെ ഇവിടെ അടുത്തൊരു തടമൊക്കെ ഉണ്ട് കേട്ടോ. ആ കരിമീൻ ഇങ്ങനെ മുട്ട ഇടാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് മുട്ടയിട്ട് അതിന് വിരിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഈ തടങ്ങളിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചില്ല എന്ന് പറഞ്ഞത്. എന്തായാലും അവന്മാരൊക്കെ വളർന്ന് വലുതായി വരട്ടെ, കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ അടിപൊളി കാഴ്ചയില്ലേ? കരിമീൻ നിൽക്കുന്നുണ്ടോ? കരിമീനെ കാണുന്നുണ്ടോ ആൾക്കാർ? കാണുന്നുണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാതെ കുറേ പേരെങ്കിലും ഉണ്ടാവില്ല. അവരെയൊന്ന് കാണിക്കാമെന്ന് കരുതി. അതാണ് കരിമീൻ്റെ മുട്ടയിടുന്ന തടമെന്ന് പറയുന്നത്. ഈ കുഴികളൊക്കെ ഈ കരിമീൻ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അതിൻ്റെ വായിൽ ആ ചെളി എടുത്തിട്ട് തുപ്പിക്കളയും. അങ്ങനെ കുഴിയെടുക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ കാണാൻ പറ്റിയപ്പോൾ നിങ്ങളത് കാണിച്ചതേ ഉള്ളൂ. മീൻ നിൽക്കുന്നുണ്ടോ? അടുത്തടുത്തോട്ട് ചെല്ലപ്പോൾ ഉണ്ടോ? സൂപ്പറല്ലേ? കരിമീനെ വറുത്തും കറി വെച്ചൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇതൊരു നല്ല കാഴ്ചയായിരിക്കും ജീവനോടെ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കിട്ടിയാ? ആരെ പിടിച്ചേ? ഓ മാമനോ? വേണ്ട, അവിടെ അവർ ചൂണ്ടയിടുന്നുണ്ട്. അവിടെ വേണ്ട, അവർക്കൊരു മീൻ കിട്ടിയില്ലേ? ആരാ മീൻ കൂടുതൽ പിടിക്കാൻ നോക്കട്ടെ. എടുത്തിട്ട് കുഞ്ഞാൻ്റെ മീനെ പിടിച്ചിടാൻ പോവാ. കാണിച്ചേ മച്ചി എടുത്തോ. ഉണ്ടോ കൊച്ചുണ്ടോ? മിടിക്ക് കൊച്ച കേട്ടോ. മീനെ ഒരു പേടിയില്ല. ഈ ചേച്ചിക്കാ പേടി കേട്ടോ. കുഞ്ഞാൻ്റെ ഈ നാമി ചേച്ചിക്ക് പേടി മീനെ പിടിക്കാൻ. ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച മീനാട്ടോ. അപ്പോൾ അവരവിടെ ചൂണ്ടിടുന്നുണ്ട്. ഞങ്ങൾ ഒരു ബക്കറ്റ് എടുത്തോണ്ട് വന്നായിരുന്നോ? 2 മീനെ കിട്ടി. ആ മുഖം ഒന്ന് കാണിച്ചേ. 2 മീനെ കിട്ടി. ആ മുഖം അവൻ പിടിച്ചു കേട്ടോ. ഇതാണ് തീറ്റ കേട്ടോ. ഇതേണ്ടേ അടുത്ത് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഞങ്ങളിന്ന് തകർക്കും മീൻ പിടിച്ച്. രുചിപ്പിച്ചും അവിടെ ഇരിക്കും. ഇപ്പോൾ വിളിക്കും. തീറ്റ പിടിക്കുന്നുണ്ട്, തീറ്റ എടുക്കുന്നുണ്ട്. കൊച്ചു പോകുന്നുണ്ടോ അങ്ങോട്ട് അപ്പുറത്തോട്ട്? പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ദേവണ്ണന്റെ കൂടെ പോണം. ഇപ്പൊ ഒറ്റയ്ക്ക് പോകുന്നു. എടാ ദേവാ, അവിടെ ഇരിക്കടാ. ഇവരെ 2 പേരോട് അങ്ങോട്ട് വിളിക്കേ. നിങ്ങൾ ചെല്ലേ കൂടെ ചെല്ലേ. ചൂണ്ട വേണ്ടല്ലോ. ചൂണ്ടയുണ്ട്, അങ്ങനത്തെ എല്ലാവരും ഒക്കെ എത്തിയതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഞാനൊരു ഉറക്കം കൊടുത്തു.
കുറച്ചേറെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ലൊരു ഉറക്കം ഉറങ്ങാൻ വേണ്ടി ഞാൻ ലിജിയുടെ കിടന്ന് ഉറങ്ങി. ആ സമയത്ത് ചേട്ടന്മാരും ചേച്ചിമാരെല്ലാം കൂടെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടോ. അവരവിടെ ഇങ്ങനെ കുളവും വള്ളവും അങ്ങനെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ മെയിനായിട്ട് പരിപാടി ചൂണ്ടയിടിയിലും വള്ളത്തെ കയറലും വെള്ളത്തിൽ ഇറങ്ങലും ഒക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അവർ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു. വൈകുന്നേരത്തേക്ക് അവർ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ലിജി കൊച്ച് പുറത്ത് വന്നപ്പോഴത്തേന് വസ്തുതമ്മയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. രാത്രി ഭക്ഷണം കൂടെ കഴിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. കൊച്ച് പോകണോ? നീ എന്നാ വരുന്നേ? എന്നാ സ്കൂൾ അടച്ചിട്ട് വരുമോ? എന്നാ സ്കൂൾ അടയ്ക്കുന്നേ? അങ്ങനെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ വാവച്ചണ്ണനും സുരേണ്ണനും ചേച്ചിമാരും മക്കളും എല്ലാവരും കൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ലിജി ചെറിയ പിണക്കത്തിലാണ് കേട്ടോ. എല്ലാവരും വന്നിട്ട് ഇന്ന് അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നാളെ ജോലിയും പിന്നെ സ്കൂളിൽ പിള്ളേർക്ക് പോകണം, ചേച്ചിക്ക് ജോലിക്ക് പോകണം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നാളെ വാവേനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. വാവയ്ക്ക് ചെറിയ ചങ്കിന് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മയും വാവയും കൂടി ഇടുക്കിയിൽ വന്നിട്ടുണ്ട്. അതിന് 6 മണിയായപ്പോൾ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് പരിപാടികൾ കുളിക്കാനും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് ഇവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് എനിക്ക് തീരെ സമയമില്ലാത്തല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഉറക്കമായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ അവരെല്ലാം യാത്ര വന്ന് ഇറങ്ങാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയിക്കാം കേട്ടോ. നാളെ വാവയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കപ്പ് ചെയ്യണം. കുറച്ച് ദിവസങ്ങളായിട്ട് വാവയ്ക്ക് ചങ്കിരി വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടുക്കി ലാരിസെ പറ്റി ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്കെ ബൈ. അപ്പം ഓക്കെ എന്നാ വിട്ടോ.